അതെ, മതേതരമായ ആത്മീയതയാണ്. അതാണ് ഓർപ്പിക്കേണ്ടത്. മതേതരമായ ആത്മീയതയും പേഴ്സണലായിട്ടുള്ള ദൈവവും. അതാണ് പേഴ്സണലായിട്ടുള്ള ദൈവം മതേതര ആത്മീയതയെ ബാധിക്കില്ല. കാരണം അയാളുടെ ദൈവം ഇപ്പോൾ കണ്ടാകർണൻ എന്നൊരു ദൈവമാണ്. അയാളുടെ ദൈവമാണ്. അയാൾ വീട്ടിൽ പൂജിച്ചോട്ടെ. പക്ഷെ അയാൾ അടുത്ത് താമസിക്കുന്നവരോട് ഇതിൻ്റെ പേരിൽ അയാൾക്കൊരു വിരോധം വരില്ല. കാരണം അയാളുടെ സ്വന്തം ദൈവമല്ലേ, അവർക്ക് അവരുടെ ദൈവം ഉണ്ടാവും. അപ്പം മതപരമായ ദൈവം അല്ലാതെ ദൈവം ഉണ്ടാക്കാൻ പറ്റും. അപ്പം മതേതരമായ ആത്മീയത എന്ന് വെച്ചാൽ ഈ ദൈവവിശ്വാസം അതിനെ ബാധിക്കുന്നില്ല. പ്രത്യേകിച്ച് ദൈവവിശ്വാസം പേഴ്സണലാണെങ്കിൽ. അത് സംഘടിതമാകുമ്പോൾ പ്രശ്നം വരും. അതെ, അതാണ് സംഘടിതമാകുമ്പോഴാണ് അവിടെ പ്രശ്നം തന്നെ. ഒരു മതത്തിൻ്റെ ആവശ്യമില്ല മനുഷ്യന് ധാർമ്മികത ഉണ്ടാവാൻ. പക്ഷേ ആദ്യകാലങ്ങളിൽ, മതം സ്ഥാപിക്കപ്പെട്ട കാലങ്ങളിൽ മനുഷ്യൻ്റെ ധാർമ്മികതയെ നിർണ്ണയിക്കാൻ അതൊരു ശക്തിയായിരുന്നു. പക്ഷേ എപ്പോൾ പൗരോഹിത്യത്തിലേക്ക് ഷിഫ്റ്റായോ സംഗതി മാറി. അതാ സംഭവിച്ചില്ല. അപ്പം മതേതരമായ ആത്മീയതയുടെ ഏറ്റവും വലിയ എതിരാളികൾ പൗരോഹിത്യമാണ്. പൗരോഹിത്യം പല ലെവലിലുണ്ടല്ലോ. സെമറ്റിക് മതങ്ങളുടെ പൗരോഹിത്യം, ഹിന്ദു മത വിഭാഗങ്ങളുടെ പൗരോഹിത്യം, ഇതൊക്കെ. അത് വിട്ടിട്ട് അദ്വൈതം എന്ന് വെച്ചാൽ ശരിക്കും എന്താണ്? ബ്രഹ്മവും നിങ്ങളും ഒന്നാന്നല്ല. അങ്ങനെ അത് കിട്ടിയിട്ട് കാര്യമില്ല. ഞാൻ ബ്രഹ്മമാണെന്ന് പണ്ടേ ഇവിടെ പറഞ്ഞതാണ്. എന്നുവെച്ചാൽ എൻ്റെ ലോകത്തെ സൃഷ്ടിക്കുന്നത് ഞാനാണെന്നർത്ഥം. അപ്പം ശരിക്കും പറഞ്ഞാൽ മതേതരമായ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരവും ഇവിടെ കാണുന്ന സർവ്വചരാചരങ്ങളുടെ ശരീരവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റമുകൾ കൊണ്ടാണ്.